ഓക്കെ, ഒരു കോളർ ഉണ്ട്, പറഞ്ഞോളൂ. ആരാണ്? ഹലോ. യാ, പറയൂ, ആരാണ്? എൻ്റെ പേര് നാഫി എന്നാണ്. ഓ, നാഫി. നാഫിയ. ആ ഓക്കെ, പിങ്ക് യൂണിക്കോൺ ഉണ്ട്, സംസാരിച്ചോളൂ. ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായി. അപ്പൊ നമ്പർ കണ്ടപ്പോ ഒന്ന് കോൾ ചെയ്തതാണ്. യെസ്, ഓക്കെ, പറഞ്ഞോ. അപ്പോ എനിക്ക് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം രണ്ടാൾക്ക് വിശ്വാസികളായിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ? അത് ആദ്യ സമയത്ത് നിങ്ങൾ വിശ്വാസികളായിട്ടുണ്ടാവുമല്ലോ. ജനിച്ച ടൈമിൽ എന്നല്ല, ആദ്യം നിങ്ങൾ ആ ഒരു വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നിങ്ങൾ വിശ്വാസികളായിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതെ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ സംശയങ്ങൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ. അപ്പൊ നമ്മളൊരു കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ബുക്കുകളോ അല്ലാണ്ട് വീഡിയോസോ മറ്റൊക്കെ ഇങ്ങനെ നോക്കിയിട്ടായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ഇപ്പോ ഒരാൾക്ക് നിങ്ങൾക്ക് ഇപ്പോ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഇപ്പൊ ബുക്കുകളോ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഖുർആന്റെ പരിഭാഷ, നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അതല്ലാതെ ഖുർആന്റെ പരിഭാഷ. ഓക്കെ, ഖുർആന്റെ പരിഭാഷ, ഖുർആന്റെ തഫ്സീർ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇത് തന്നെ മതി. വേറെ ബുക്ക് എന്തിനാ? തഫ്സീർ പറഞ്ഞാല് തഫ്സീർ പലതും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ അമാനി മൗലവിയുടെ തഫ്സീർ മലയാളത്തിലുള്ളത്, ഇതൊക്കെ തന്നെ നമ്മൾ വായിക്കുക. പിന്നെ തഫീമുൽ ഖുർആൻ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ, ഇതൊക്കെ എടുത്ത് വായിച്ചാൽ പോരെ? അത് നമ്മൾ പറയുന്നതൊന്നും വിചാരിക്കരുത്. അത് കൂടുതൽ നമ്മൾ ഈ മലയാളി പണ്ഡിതന്മാരിന് എഴുതുന്നതായിട്ടുണ്ടാവുമല്ലോ. അതൊന്നും ഇപ്പോൾ നമ്മുടെ വിഷയമല്ല. അവരെക്കാളും അറിവ് ഇപ്പോൾ എന്തായാലും എനിക്കുണ്ടായിരുന്നില്ല. അവർ മുഴുവൻ ഇതൊക്കെ മദ്രസയെ പഠിപ്പിക്കുന്ന കിതാബുകളാണ്. ഇപ്പം ഞാൻ മുജാഹിദായിരുന്നു. മുജാഹിദുകളുടെ വീട്ടിൽ അമാനി മൗലവിയുടെ തഫ്സീർ ഇല്ലാത്ത ഒരു മുജാഹിദിൻ്റെ വീട് ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു നമ്മളെയൊക്കെ പഠിപ്പിച്ച് വെച്ചത്. അപ്പോൾ മുജാഹിദുകളായിട്ടുള്ള ആളുകൾ, എം അക്ബർ അടക്കമുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ എം അക്ബറിനേക്കാൾ വിവരം എനിക്കുണ്ടാവുമോ? അങ്ങനെയാണോ ഞാൻ അതിനെ കണക്കാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല. പിന്നെ ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനെ കൂടുതൽ കേൾക്കുന്ന, നിങ്ങൾ പറയൂ, ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബുക്ക്? ഏതാ? എനിക്കറിയാത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് വിളിക്കണേ. അതാ പറഞ്ഞേ, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കഥ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിക്കൂ. കഴിഞ്ഞ ഇപ്പോ ഇതിന് മുമ്പ് നമുക്ക് കോൾ ചെയ്ത ആള് വരെ പറഞ്ഞപ്പോ ആ ഗൾഫിനെ നമ്മൾ ഒന്ന് പൊക്കി പറഞ്ഞത് അത് മുസ്ലിംസിന്റെ ഒരു കേന്ദ്രമാണല്ലോ ഇപ്പൊ ഗൾഫ് കാര്യങ്ങളൊക്കെ. അപ്പോ അതുകൊണ്ട് പിന്നെ അവിടുന്ന് നമുക്കൊരു ഗ്രന്ഥം അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒന്നും പാടെ ഒരു അതുകൊണ്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാദങ്ങൾക്കും കാര്യങ്ങൾക്കും കൂടുതലൊരു ഇതുണ്ടാവുമല്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അതിപ്പോ നിങ്ങൾക്ക് വേണേ എടുക്കാമല്ലോ. അപ്പോൾ അതെ, അപ്പോൾ സൗദി അറേബ്യ തന്നെ പ്രിന്റ് ചെയ്ത് ഇറക്കുന്ന ഖുർആനിന്റെ അർത്ഥമുള്ള മറ്റേ ഖുർആൻ ഉണ്ട് അവിടുന്ന് വരുന്നത്. ആ പച്ച ഖുർആൻ കണ്ടിട്ടില്ലേ? അതിൽ അർത്ഥമുള്ളത് കണ്ടല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് അത്. അതിലും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണാലോ നിങ്ങൾക്ക്. അതിന്റെ പേര് തന്നെ ഖുർആൻ, സൗദിയിൽ നിന്ന് കിട്ടുന്ന ഖുർആൻ. നിങ്ങളല്ലേ പറഞ്ഞേ അത് പ്രിന്റ് ചെയ്യുന്നത് മുഴുവൻ സൗദി ഗവൺമെന്റ് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. അതിൽ തന്നെ അവരുടെ അർത്ഥമുള്ളതും ഉണ്ട്. അപ്പോഴോ വിത്ത് അർത്ഥം. അത് സഹി ഇന്റർനാഷണൽ, അതുപോലെ മറ്റേ യൂസുഫ് അലി, പിന്നെ പിക്താലി, ഇവരുടെയൊക്കെ പരിഭാഷയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് അവർ തന്നെ അടിച്ചു വിടുന്നതാണ്. അപ്പോഴോ അത് നമ്മളെങ്ങനെ തള്ളുക? ഇനി ഏതെടുത്തോ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വിഷയമല്ലല്ലോ. നിങ്ങൾ യൂട്യൂബ് മീൻസ് ഇൻ്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഖുർആൻ.com ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഖുർആൻ CC അനദർ വെബ്സൈറ്റ്, ഖുർആൻx.com മറ്റൊരു വെബ്സൈറ്റ്. ഇതൊക്കെ നിങ്ങൾ എടുക്കുക. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ തഫ്സീറും അവരുടെ പരിഭാഷയൊക്കെ നിങ്ങൾക്ക് കിട്ടും. സൗദി വേണോ സൗദി ഉണ്ട്, ഇംഗ്ലീഷ് വേണോ ഇംഗ്ലീഷ് ഉണ്ട്, ഏത് വേണേലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏത് വേണേലും വായിച്ചോളൂ. ഇന്നത്തെ ഒരു കാലഘട്ടം ബുക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ജീവിതം കൊഞ്ഞാട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓൺലൈനിൽ കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാ ബുക്ക്? ഈ പറയുന്ന മലയാളത്തിലുള്ളതായാലും ഇംഗ്ലീഷിലുള്ളതായാലും അറബിയിലുള്ളതൊക്കെ കിട്ടും. ഈ തഫ്സീർ അടക്കം കിട്ടും. തഫ്സീറുകൾ എടുക്കുമ്പോഴേ ഈ തഫ്സീറുകൾ കൂടുതൽ ഇപ്പോ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലെ കാര്യങ്ങളല്ലേ പറയാ. പിന്നെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന എഴുത്താളാണല്ലോ ഉണ്ടാവുക. അതെ, അതുകൊണ്ട് നമുക്കൊരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി എന്താണെങ്കിലും അതിന് വരാനുള്ള സാധ്യത കുറവല്ല. അതെങ്ങനെ ഉണ്ടാവുക? ക്രിട്ടിക്കൽ മെന്റാലിറ്റി നിങ്ങൾക്കല്ലേ ഉണ്ടാവേണ്ടത്, അത് കിതാബിൽ ഉണ്ടാവണം. എങ്ങനെയാണ്? അങ്ങനെ അഥവാ ഞാൻ പറയുന്നത് ചിലപ്പോ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോ പ്രവാചകൻ മുഹമ്മദ് ഇങ്ങനെ ചെയ്തു, അപ്പോ ഓല അതിന്റെ ഒരു കാര്യം പറയാം, അത് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയും. അവൻ നമുക്ക് സ്വാഭാവികം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ചെയ്യുന്നതിൽ പ്രശ്നം ഇല്ലല്ലോ എന്ന് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വരില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല എന്നാണ്. നമ്മളവിടെ ചിന്തിക്കുന്നത് പ്രവാചകനാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അടിമയെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് വേണമെങ്കിലും അടിമയെ പൂശാം എന്ന ആയത്ത്, അതിൻ്റെ തഫ്സീർ നിങ്ങൾ വായിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവാമെന്ന് നിങ്ങൾക്ക് തോന്നൂലേ? ഇല്ലേ? അതല്ലാതെ അത് അവിടെ എഴുതി വെക്കുമെന്ന് കാണുമ്പോൾ ഇത് പ്രവാചകൻ പറഞ്ഞതല്ലേ അപ്പോൾ ശരിയാവും, അപ്പോൾ ഓക്കെയാണ്, അങ്ങനെ പറയും നിങ്ങൾ. 6 വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നത് സംബന്ധിച്ചുള്ള സാധനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക?
ഉം. ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഈ രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ കിതാബിലൊരു സാധനമുണ്ട് അതുകൊണ്ട് നമുക്ക് വിഴുങ്ങാം അങ്ങനെയല്ല. അതിന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നല്ല വിളിക്കുക. അതിന് നമ്മൾ അടിമത്ത തിങ്കിങ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് നമ്മളുടെ പിങ്ക് യൂണിക്കോ നിങ്ങളോട് എന്തോ ചോദിക്കുന്നു. യെസ് പിങ്ക്. ആക്ച്വലി അത് തന്നെയായിരുന്നു ഞാൻ പറയാൻ വന്നത്. അപ്പം നിങ്ങൾ ഇത് വായിക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് ഇത് അല്ലാന്ന് വന്നതല്ലാന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കുറച്ച് നേരം അല്ലേ, ഇത് ഒരു മനുഷ്യൻ എഴുതിയതാവാം എന്നുള്ള ഒരു ഓപ്പൺ മൈൻഡ് വെച്ചിട്ട് അത് വായിക്കുക. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. ഇത് വഹി കിട്ടി വന്നതാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമുക്കെല്ലാം അത് ന്യായീകരിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുക. അതിന് പകരം കുറച്ച് ഇത് ചിലപ്പോൾ മനുഷ്യൻ ആയിരിക്കാന്നുള്ള ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ പല പൊള്ളത്തരങ്ങളും വരും. പിന്നെ പേരെനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് മലയാളം തന്നെ വേണമെന്നുണ്ടോ, ഇംഗ്ലീഷ് ആയാൽ മതിയോ? ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ റെഡിറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ സബ് റെഡിറ്റ് ഉണ്ട്. അപ്പം അതിൽ ഇഷ്ടംപോലെ ത്രെഡുകളുണ്ട്. ഇതിൽ നിന്നുള്ള പ്രോബ്ലം ആയിട്ടുള്ള ആയത്തുകൾ, അത് എന്തുകൊണ്ട് പ്രോബ്ലം ആണെന്ന് വളരെ വിശദീകരിച്ച് പലരും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ആരിഫ് പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ, ഇപ്പം നിങ്ങൾ ഭാര്യനെ തല്ലാന്നുള്ള ഒരു സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അത് ന്യായീകരിക്കാൻ പറ്റും? മെല്ലെ തല്ലിയാൽ മതി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ അതൊക്കെ കുറച്ച് ചീപ്പല്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആയത്തുകൾ വേണമെങ്കിൽ അത് റെഡിറ്റിൽ അവൈലബിൾ ആണ്. എക്സ് മുസ്ലിംസ് സബ് റെഡിറ്റ് നോക്കാം. പിന്നെ നിങ്ങൾ ഇതന്നെ വായിക്കുമ്പോൾ പക്ഷേ പ്രധാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുറന്ന മനസ്സോടെ വായിക്കുക. ഇതൊരു മനുഷ്യനെ എഴുതിയതായിരിക്കാം എന്നുള്ള ഒരു ഇതിൽ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ പല പൊള്ളത്തരങ്ങൾ അതന്നെ പറഞ്ഞുതരും. അങ്ങനെയാണ് നമ്മളൊക്കെ വിട്ടത്. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നതല്ല വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ നേരെ വിപരീതം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പലതരത്തിലുള്ള വയലൻസുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെ തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. വേറൊരാൾ എഴുതിയത് വായിക്കുമ്പോൾ അതും ഒരു മതം പോലെ തന്നെയല്ലേ. വേറൊരാൾ എഴുതിയത് അത് നമ്മുടെ ചിന്തയാവില്ലല്ലോ, അത് നമുക്കുള്ളിൽ തന്നെ വരണം ആ ഒരു സംശയം. അപ്പോഴേ നമുക്ക് ആ വിടാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. ഇപ്പം എൻ്റെ കയ്യിലൊരു ഖുറാനുണ്ട്. ഇത് അബ്ദുള്ള യൂസുഫ് അലി. നിങ്ങൾ നോക്കോ. അതെ അതെ അതെ, ഇതിപ്പോൾ ഇംഗ്ലീഷിലും അറബിയിലും ഉള്ള അർത്ഥം കൊടുക്കുന്ന ഒരു ഖുറാനാണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 4:34 നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആയത്ത് ഭാര്യ അടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വായിക്കുകയാണ് അർ റിജാൽ ഖവ്വാമൂന അലൻ നിസാഇ എന്ന് പറഞ്ഞ ആ ആയത്ത്. അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, 34 Husbands are the protectors and maintainers of their wives because Allah has given the one more strength than the other and because they support them from their means. Therefore, the righteous women are devoutly obedient and God in the husband's absence. What Allah would have them guard. As to those women on whose part ye fear disloyalty and ill conduct, admonish them. എന്ന് വെച്ചാൽ ഉപദേശിക്കുക. റിഫ്യൂസ് ടു ഷെയർ ദെയർ ബെഡ്സ്, അടുത്തത്, ആൻഡ് ലാസ്റ്റ് സ്പാങ്ക് ദം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അടിക്കുക. ബട്ട് ഇഫ് ദ റിട്ടേൺ ടു ഒബീഡിയൻസ്, അവിടെ സീക്ക് നോട്ട് അഗെയിൻസ്റ്റ് ദം. ഇത് നിങ്ങൾ ഇപ്പോൾ വായിച്ചത് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. യൂസുഫ് അലിയാണത് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് USA മാത്രം. പക്ഷേ ഇതേ ട്രാൻസ്ലേഷൻ തന്നെയാണ് ഈ പറയുന്ന കിതാബിലൊക്കെ വരുന്നത്. ഇനി ഇത് വേറൊരു കിതാബ്. ഇത് ഞാനൊരു ദിവസം വഴി കൂടെ പോകുമ്പോൾ നമ്മളുടെ MM അക്ബറിൻ്റെ നിച്ച് ഓഫ് ട്രൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിഷ് ഓഫ് ട്രൂത്ത് കാണുന്നുണ്ടോ? ഇതിൽ തിളക്കം നിങ്ങൾക്ക് കാണാൻ. നിഷ് ഓഫ് ട്രൂത്ത് ഇവരുടെ കിതാബ്. ഇത് വഴിയിൽ വെച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഖുറാനായിരുന്നു. ഞാനപ്പോൾ വണ്ടി കുറച്ച് അവിടെ ദൂരെ മാറ്റി നിർത്തി, എന്നിട്ട് അവിടെ പോയിട്ട് ഇത് അടിച്ച് വാങ്ങിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ശരി, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കുറേ ഉപദേശിച്ചു. ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ആ ഒരു അത്ര കണ്ടത് വരുന്നതിനൊക്കെ മുന്നെയാണ്. ഇപ്പോൾ നമ്മളെ കണ്ടാൽ ഇവർക്കൊക്കെ മനസ്സിലാവും, പക്ഷെ പണ്ടത്രയും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഈ ഖുറാനിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഈ അർത്ഥം ഇത് നിങ്ങൾ വായിക്കുക. ഇതിപ്പോൾ നിച്ച് ഓഫ് ട്രൂത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ അവിശ്വസിക്കുന്ന ഒരു അവസ്ഥ അതാർക്കാ ഉണ്ടാവുക? ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ആരൊക്കെയാണെന്നുള്ളത്. ഇതിൽ കാണാം വിവർത്തകർ ആരാണ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഈ പരിഭാഷ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഇതേ ആയത്ത് നിങ്ങൾ എടുക്കുക, ഈ പറയുന്ന അധ്യായം 4 സൂറത്ത് നിസാ, അതിനകത്ത് 34. അതിൻ്റെ അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നത്? പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, ഇത് അനുസരണക്കേട് കാണിച്ചാൽ എന്ത് ചെയ്യണം എന്നല്ല ഈ പറയുന്നത്, ആശങ്ക വന്നാൽ എന്നാണ് ഈ പറയുന്നത്. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് നമ്മൾ കേൾക്കുമ്പോൾ ഈ സാധനം നിങ്ങൾ ഏത് പരിഭാഷ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് വായിക്കാൻ പറ്റുക. ഇനിയിപ്പോൾ സൗദി അറേബ്യ ആയാലും ശരി, ഏത് എടുത്താലും ശരി, ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം നമുക്കിങ്ങനെ പുസ്തകങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കേണ്ട ഗതികേടില്ല. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ Quran.com ഈ ഖുറാൻ എക്സോ ഖുറാൻ CC ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഇതൊക്കെ അവർ തന്നെ പബ്ലിഷ് ചെയ്ത് വെക്കുന്ന സാധനം. ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വായിച്ചൂടെ? ഇതിലെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചൂടെ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. പിടികിട്ടി. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഇതുപോലെയുള്ള കാണുമ്പോൾ ജബ്ബാർ മാഷ് പറയുന്നു, ഞാൻ ജബ്ബാർ മാഷ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മുന്നേ ഇത് കേട്ടത് ജാമിദ ടീച്ചർ പറഞ്ഞു കേട്ടപ്പോഴാണ്. ജാമിദ ടീച്ചറുടെ രീതി അറിയാലോ, വളരെ അല്ല ഒരു മിനിറ്റ് അത് കേട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ടീച്ചർ തെറി വിളിക്കുകയല്ല ചെയ്തത്. ഈ പറഞ്ഞ സാധനം വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പോയി തപ്പിയപ്പോൾ സാധനം അവിടെ ഉണ്ട്, ടീച്ചർ പറഞ്ഞ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ അടുത്ത വഴി? ഇവർ പറയുന്ന ഓരോന്നും നമ്മൾ തപ്പാൻ തുടങ്ങി. ഇത് ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ തപ്പി പോയപ്പോൾ എന്തായി? ഇത് ശരിയാണല്ലോ, ഇവർ പറയണതാണല്ലോ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഉസ്താദ്മാരോട് നമ്മുടെ അടുത്തുള്ള ആളോട് ചോദിക്കും, അവരിതിനെ വെളുപ്പിക്കും, ഒഴിഞ്ഞു മാറും. അതിൽപ്പെട്ട സാധനമാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തുക. വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൽ അത് അടിമയാണ്. പക്ഷേ ഇവരോട് ചോദിക്കുമ്പോൾ അത് വേറെ രീതിയിൽ അതിനെ വെളുപ്പിക്കും. പക്ഷേ ഈ അടിമയും ഉടമയും പിന്നെ സ്വതന്ത്ര സ്ത്രീയും അടിമ സ്ത്രീയും എന്നൊക്കെയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. അടിമ സ്ത്രീ എന്ന് പറയുന്ന ഒരു സാധനം അവരെങ്ങനെ വേണമെങ്കിലും നിങ്ങൾ 4 ഭാര്യമാരെ വെക്കാം. 4 ഭാര്യമാരെ ഒരുപോലെ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ കെട്ടാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് പൂതി മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിമകളെ വെച്ച് പൂശാം. ഇതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? ഇത് നിങ്ങൾ ഏത് പരിഭാഷ എടുത്ത് വായിച്ചാലും ഇത് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ എവിടെ നിന്ന് വായിക്കുന്നു എന്നുള്ളത്, എവിടെ വായിച്ചാലും അർത്ഥം തന്നെയാണ്. ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ യൂട്യൂബിൽ മറ്റോ കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ ഒരു കളിയാക്കണ സ്വരത്തില്, ഇപ്പൊ മതത്തിനെ അങ്ങനെ കളിയാക്കി പറയുന്ന സ്വരത്തിലുണ്ടാവും. അതല്ല നമുക്ക് അതൊരു പഠിപ്പിക്കാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് ഒന്നുകൂടെ ഉപകാരപ്പെട്ടെന്നുള്ള രീതിയിൽ റെഫറൻസ് വെച്ചാണ്ട് പറയുന്നത് വളരെ കുറവാണ്. ബാക്കിയുള്ളവർ ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമുക്കിത് ചടപ്പാണ്. കാരണം ഇത് ഓര് പറയുന്നതല്ലാതെ നമുക്കിത് നോക്കാൻ പറ്റിയ രീതിയിൽ ഒരു എവിഡൻസ് വെച്ചിട്ടോ മറ്റോ കാര്യം കിട്ടാത്തപ്പോ പിന്നെ നമുക്ക് താല്പര്യം വരൂലല്ലോ. ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. വളരെ എവിഡൻസ് ഒക്കെ വെച്ച് കളിയാക്കാതെ വളരെ മാന്യമായിട്ട് വിമർശിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഒന്ന് ഓക്കെ. നിരപരാധികളായ മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത് പാതിരാക്ക് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കയറി ചെന്നുകൊണ്ട് അവരുടെ പിഞ്ചോമന പൈതങ്ങളെയും സ്ത്രീകളെയും അനാഥരാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും ഒക്കെ നശിപ്പിച്ച് സുഖലോലുപതയിൽ കഴിയുന്നതിന് വേണ്ടി, രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കുതന്ത്രവും അക്രമവും അനീതിയും അധർമ്മവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ ഇത്? ഇതിനെ മനുഷ്യത്വത്തിന്റെ ഏത് അളവുകോൽ വെച്ചിട്ടാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ടും ഇതിനൊക്കെ ന്യായീകരിക്കാൻ നിങ്ങളുടെ മനസാക്ഷി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും പിശാചിന്റെ മതമാണ്. പിശാചിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ ദൈവമെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഏക സൃഷ്ടാവെന്ന് വിളിച്ച് ആരാധിക്കുന്നത് പിശാചിനെയാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും തേടുന്നതും നിങ്ങൾ ഏകദൈവ വിശ്വാസം തൗഹീദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടി ആഘോഷിക്കുന്നത് പിശാചിനെ തൃപ്തിപ്പെടുത്താനും പിശാചിനോടുള്ള ആരാധനയുമാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരുണ്യവാനും കരുണാനിധിയുമായ ബിസ്മില്ലാഹിർ
റഹ്മാനിർ റഹീം എന്നല്ലേ ചൊല്ലുന്നത്? കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ. കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം യഹൂദികളായി, ആ ദൈവം തന്നെ സൃഷ്ടിച്ച യഹൂദികളായി ജീവിക്കുന്ന അത്തരത്തിലുള്ള മതവിശ്വാസങ്ങളിൽ അവരെ ജീവിപ്പിക്കാൻ അവർക്ക് പ്രേരണ നൽകുന്ന അതേ ദൈവം തമ്പുരാൻ തന്നെ മറ്റൊരു പ്രവാചകനെ അയച്ചുകൊണ്ട് അതിനെയെല്ലാം വെട്ടിനിരത്തി അവരെയൊക്കെ കൊന്നുകളഞ്ഞ് അത് പിടിച്ചടക്കി ഇവർക്ക് സുഖലോലുപതയിൽ ജീവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരാളിനെ കാരുണ്യവാനും കരുണാനിധിയുമായി ദൈവം എന്ന് വിളിക്കാൻ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്, അതല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യവാനും കരുണാനിധിയുമായ ഒരു സൃഷ്ടാവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ച് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് ഖൈബർ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മൊയ്സു വൈറ്റ്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് കേട്ടപ്പോൾ എന്താ തോന്നിയത്? കളിയാക്കലൊന്നുമില്ലല്ലോ? ഇല്ല, കളിയാക്കലില്ല. നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, അതുണ്ട്. ഇപ്പൊ അതിൽ ചെറിയൊരു ഇത് ഞാൻ പറയട്ടെ. അതിലിപ്പോ ഒരു റെഫറൻസ് ആയിട്ടൊന്നും പറയുന്നില്ല. അല്ല, ഇത് നിങ്ങൾക്ക് കേൾക്കാലോ. ബാക്കി ആ വീഡിയോ പോയി കേട്ടാൽ മതി. ഖൈബർ യുദ്ധം, മൊയ്സു വൈറ്റ്ല. ആ ചാനൽ നോക്കിയാൽ MUIZZE. ഓക്കെ, മൊയ്സ് വൈറ്റ്ല, VYTILLA. അപ്പോൾ നിങ്ങൾ കേൾക്കുക, അവിടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഖൈബർ യുദ്ധം, ഇപ്പോൾ ഇന്നലെ ഇപ്പം നിങ്ങൾക്കൊരു സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് പിങ്ക് യൂണിക്കോൺ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ, ഇദ്ദേഹത്തിന് നമുക്ക് കൃത്യമായിട്ട്. കാരണം ഇതെന്താ വെച്ചാൽ ഞാൻ ഈ ആൾ വിളിച്ചത് നന്നായി. കാരണം എല്ലാവർക്കും എല്ലാ രീതികളും ഒരേപോലെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, അതേസമയം ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ് ഇഷ്ടപ്പെടുക. ഇപ്പോൾ നമ്മളുടെ രീതി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, മൊയ്സു വൈറ്റ്ലയുടെ രീതി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. പിന്നെ എൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല, ഇത് പൊതുജനങ്ങൾ എല്ലാവരും അറിയാമെന്നുള്ളതാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല വശങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും, അപ്പോഴേ നടക്കുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ, മുഹമ്മദ് നബി സഫിയ ബീവി വിവാഹമോ ക്രൂരതയോ, ഇതാണ് വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ട് കളയാം, എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖൈബർ യുദ്ധമാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ഒരുപാട് സാമ്പത്തികമായ ലാഭങ്ങൾ കൊയ്ത ഒരു യുദ്ധമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖൈബർ യുദ്ധം. ഒരു നാട് മുഴുവൻ ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് കടന്നുകൊണ്ട് അവരുടെ കോട്ടകൊത്തരങ്ങൾ തല്ലി തകർത്തുകൊണ്ട് അവിടെയുള്ള സമ്പത്തും സ്ത്രീകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന നിഷ്ഠൂരമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഖൈബർ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനുശേഷം ആ യുദ്ധത്തിൽ നിന്ന് പിടിച്ചടക്കിയ സ്ത്രീകളുടെ കൂട്ടത്തിൽ സെഫിയ എന്ന് പറയുന്ന ആ ഗോത്ര തലവന്റെ മകളും അവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയുമായിട്ടുള്ള സ്ത്രീയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവാഹം കഴിക്കുന്ന രംഗവുമൊക്കെ ആ ചരിത്രങ്ങളിലുണ്ട്. ഈജിപ്തിലെ ഒരു വലിയ പണ്ഡിതനും ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് സംഭാവനകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനും നിരൂപകനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഒരു അറബിയാണ്, ഈജിപ്ഷ്യൻ പണ്ഡിതനാണ്. അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുകയും അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ചരിത്രം അന്വേഷിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അതിൽ അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ചരിത്രമായിക്കൊണ്ട് എഴുതിയിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ പല വീഡിയോകളിലും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഈ സഫിയ ബീവിയുമായി ബന്ധപ്പെട്ട വിവാഹം വിവരിക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു ഗ്രന്ഥത്തിൽ നിന്ന്, മുഹമ്മദ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഖൈബറിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ സ്വഹാബത്തിനും. അപ്പോൾ പുസ്തകം ഏതാണെന്ന് കിട്ടിയോ? മുഹമ്മദ് ഹൈക്കലിന്റെ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് ഇത് നിങ്ങൾക്ക് നോക്കി വായിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ബാക്കി ഞാൻ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് പോയി കാണുന്നതായിരിക്കും നന്നാവുക. ഇതാണ് സംഗതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സംഗതികൾ അവതരിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നിട്ട് അത് കേൾക്കുക. ഇപ്പോൾ ജബ്ബാർ മാഷിൻ്റെയൊക്കെ പഴയ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് പറഞ്ഞിരുന്ന ആളാണ്. ഇന്ന് മാഷ് 300ഓളം ഖുർആൻ ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നുപോലും ഒരു കളിയാക്കൽ ഒന്നുമില്ലാതെ വളരെ അക്കഡമിക്കായിട്ട് അത് പറഞ്ഞ് സ്ട്രക്ചേർഡായിട്ട് പറഞ്ഞു പോകുന്ന, വിത്ത് തെളിവ്, വിത്ത് ഹദീസ്, വിത്ത് തഫ്സീർ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് പോകുന്നതാണ്. 300 ക്ലാസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിരുന്നോ? ഒന്ന് നോക്കിയിട്ടുണ്ടായി, ഒന്നല്ല 2-3 എണ്ണൊക്കെ നോക്കിയിട്ടുണ്ട്. 300 എണ്ണത്തിൽ 2-3 എണ്ണം വളരെ മോശം. നമുക്ക് അല്ല, നമ്മളിപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാന് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചിന്ത വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മള് മറ്റേതിലൊക്കെ പറയുന്നത് ബിഗിനറാണ്. പിന്നെ അല്ല, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങളത് വന്നപ്പോൾ കേട്ടപ്പോൾ തെറി വിളിക്കാനോ ഇതിനൊന്നും വരാതെ ഇത് എന്താണ് ഇതിൻ്റെ വഴിയെന്ന് അന്വേഷിച്ചിറങ്ങിയ ആ ഒരു ത്വര, ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് നമ്മൾ പറയും. നിങ്ങളെപ്പോലെയാണ് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ തിരിച്ചറിയും. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അതല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളെ അമ്മ പെങ്ങൾ ഭോഗക്കാരെന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വന്നിട്ട് പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മൾ കളിയാക്കുക, ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ വിഷയം പോലും ഈ മതത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്, അതുവരെ തിരിച്ചറിയണമില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ വിശ്വാസിയാണെന്ന് പറയും. നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം? ഇല്ല ഇതൊന്നും ഇപ്പൊ അങ്ങനെ അവിടെ പറയേണ്ട കാര്യം അല്ല, നിങ്ങൾ അറിയുമല്ലോ. നിങ്ങൾ കല്യാണം കഴിച്ച ആളാണോ? ഇല്ല, ഞാൻ പഠിച്ചോണ്ടില്ലേ. ഇപ്പം എത്രാം ക്ലാസ്സിൽ? അല്ല, പഠിക്കാൻ മീൻസ് ഇപ്പൊ ഡിഗ്രി ലാസ്റ്റ് ഇയർ. ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ വലിയ വിശ്വാസികളാണോ? വലിയ വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ അടുത്ത റമദാന് നിങ്ങൾ നോമ്പ് നോക്കുന്നില്ല എന്ന് വിചാരിച്ച എന്തായിരിക്കും അവസ്ഥ? ഒരു ഉള്ളിലെ ഓൽക്കൊരു ആദ്യം ഉണ്ടാവൂലേ, ഇതിപ്പോ എന്താ നോമ്പ് നോക്കാത്ത. അതെ, പിന്നെ നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ ചോദ്യങ്ങൾ തുടങ്ങും. എന്തിനാ ചോദിക്കുന്നത്? ഈ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ലക്കും ദീനക്കും വലിയ ദീനല്ലേ, പിന്നെ എന്തിനാ ചോദിക്കണേ? നമ്മൾ രക്ഷിതാക്കളാകുമ്പോൾ ഓൽക്കൊരു കൺസേൺ അതെ, ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ ഒഴികെ എന്ന് അതിനകത്ത് എവിടെ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ സംഭവം നമുക്ക് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഇതുപോലെ ഒരു ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾ നമുക്കൊരു മാനദണ്ഡം വെക്കണം. ഇപ്പൊ ഒരു അതാ ചോദിക്കണേ, രക്ഷിതാക്കൾ അപ്പൊ എന്താണ് പുറത്തു പോവാന്നാണ് രക്ഷിതാക്കൾ പറയല്ലോ. 8 മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്ന് പറയും. അങ്ങനെയൊന്നും പറയാറില്ല. നമ്മൾ എവിടെ ഉണ്ടെന്ന് അവരെ അറിയിക്കും, അത്രേ ഉള്ളൂ. നീ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ്, വന്നോളാം അത്രേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ വല്ല അഫ്ഗാനിസ്ഥാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ടെൻഷനായിരിക്കും. ഇന്ത്യയിൽ കേരളത്തിലൊന്നും അത്ര വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷെ നമ്മളത് പോവാറില്ല, അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടം. കാരണം കിടന്നുറങ്ങേണ്ട സമയമാണ്, കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് കൂടെ. പിന്നെ ഡൗട്ട് പറഞ്ഞു, ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഇതിന് മുമ്പത്തെ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായി. അതില് നിങ്ങൾ പറഞ്ഞു ഒരു ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഏകദേശം ഇപ്പൊ 3 ദിവസമായി, ഒരു നമ്മളെ ഫലസ്തീൻ വിഷയത്തെ പറ്റിട്ട്. അപ്പോ നമ്മളിപ്പോ ഇത് സാധാരണ നമ്മളെ മീഡിയയില് ന്യൂസ് ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അവിടെ ഇങ്ങനെ വംശത്തിൽ നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നിട്ടും അത് ഇല്ലാന്ന് പറയാനപ്പോ ഇല്ല, കാരണം എന്താ നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. അതായത് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ജൂലൈ, ഇതിപ്പോ ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം ന്യൂയോർക്ക് ടൈംസിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഓക്കെ, അതിൽ കണ്ടത് എന്താണ്? ഗാസയിൽ ഭയങ്കര പട്ടിണിയാണ്, അവിടെ കുട്ടികൾ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രം. ഓക്കെ, അപ്പോൾ അത് കണ്ടു, ഞാനാകെ വിഷമിച്ചു, നെഞ്ചത്തടിച്ച് നിലവിളി. പിന്നെ ഏതാണ്ട് 6-7 ലിറ്റർ കണ്ണുനീരാണ് ഞാനന്ന് ഒഴുക്കിയത്. അല്ല, പറയുന്നത് കേൾക്കൂ. ഓക്കെ, അങ്ങനെ ഞാൻ ഒഴുക്കി ഇങ്ങനെ ഒരു വശത്തായി ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ ക്ഷീണിതനായി. ഗ്ലൂക്കോസൊക്കെ കയറ്റേണ്ടി വന്നു, എൻ്റെ വല്ലാതെ ടെൻഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം ഈ ന്യൂയോർക്ക് ടൈംസ് തന്നെ പോസ്റ്റ് ചെയ്യാണ്, അത് പട്ടിണിയല്ല, ആ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസിന് ആ തിരുത്തു കൊടുക്കാൻ ആ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അപ്പോൾ അങ്ങനെ തിരുത്തു വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ കരഞ്ഞതൊക്കെ എന്തായി? ഞാൻ ശശിയായില്ലേ? അപ്പൊ പിന്നെ അടുത്ത തവണ ഇങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അല്ല, ഞാൻ നിലവിളി ഒന്ന് ഹോൾഡ് ചെയ്യും. ഫേക്കാണെന്ന് വിചാരിക്കണമെന്നില്ല. നിലവിളി ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒരു 48 മണിക്കൂർ സമയം കൊടുക്കും, ഇത് ഒറിജിനലാണോ ഫേക്കാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിലവിളിക്കേണ്ടതിന് നമ്മൾ നിലവിളിക്കും, നിലവിളിക്കേണ്ടതിന് നമ്മൾ നിലവിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഇത് നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. മീഡിയ വൺ എന്തോ ഒരു ന്യൂസ് കൊടുത്തു പറഞ്ഞിട്ട്, അഥവാ മുസ്ലിംസിനെ മുഹമ്മദിനെ അഹമ്മദ് എന്നാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് മുമ്പ് ഇപ്പൊ ഒരു വേറൊരു ഇതില് ജന TV അങ്ങനെ ഏതൊരു ഇതിലെന്ത് സിറാജ്, ക്രിക്കറ്റ് പ്ലെയർ സിറാജിന്റെ പേര് സിരാജ് എന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓലൊരു പ്രൊപ്പഗൻഡന്റെ കീഴിലാണല്ലോ. അപ്പൊ അതേപോലൊരു പ്രൊപ്പഗൻഡന്റെ ഇതിലെ അടിസ്ഥാനത്തിലാവാനൊരു സാധ്യത അല്ലേ? ആരുടെ പ്രൊപ്പഗൻഡ? ന്യൂയോർക്ക് ടൈംസിന്റെ? അതാ ഇപ്പൊ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് മുസ്ലിംസ് കൂടുതലായിട്ടും പറയുന്ന കാര്യമാണ് അമേരിക്കൻസ് അതുപോലെ ഇസ്രായേലിയൻസ് ഓരോ കയ്യിലാണ് ഇപ്പൊ ഈ പറയുന്ന ഫുൾ മീഡിയ മറ്റു കാര്യങ്ങള്. അതുകൊണ്ട് ഓരോ പ്രൊപ്പഗൻഡ. എന്നിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര മീഡിയ ഉണ്ട് ഇവിടെ? ഇസ്രായേലിന്റെ നിലവിളി ഇസ്രായേലിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണല്ലോ. അപ്പോഴോ അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ നിലവിളി. മീഡിയ പ്രൊപ്പഗൻഡ അവർക്ക് എഗെയിൻസ്റ്റ് ആണ്, അതല്ലേ അവരുടെ നിലവിളി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടറെ വെടിവെച്ച് കൊന്നു അവർ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ന്യൂയോർക്ക് ടൈംസിന്റെ ന്യൂസ് പറഞ്ഞു, ഇതുപോലെ ന്യൂസ് വേറെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഏത് ചാനലാ? BBC വന്നിരുന്നല്ലോ വേറെ വാർത്ത ഇതേപോലെ അവർ മുക്കി. അപ്പോഴോ 48 മണിക്കൂറിനുള്ളിൽ 14,000 കുട്ടികൾ മരിച്ചു വീഴും എന്ന് പറഞ്ഞൊരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ആ വാർത്ത കേട്ടപ്പോഴും ഞാനൊരു 5.5 ലിറ്റർ കണ്ണുനീരാണ് അന്ന് ഞാൻ കളഞ്ഞത്.
ഓക്കെ, പക്ഷേ 48 മണിക്കൂർ കഴിഞ്ഞ് കുട്ടികളാരും മരിച്ചില്ല. അവസാനം ആ പറഞ്ഞ ആൾ അത് തിരിച്ചെടുത്തു, BBC-യും തിരുത്തു കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അപ്പോഴോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാർത്ത കാണുമ്പോൾ കിടന്ന് നെഞ്ചത്തടിക്കുന്ന വല്ല കഥയുണ്ടോ? ഉണ്ടോ? അതേപോലെ എയ്ഡ് സെൻറ്ററിലേക്ക് വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മരിച്ചു, ഇസ്രായേൽ കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അന്ന് ഞാൻ 3.5 ലിറ്റർ കണ്ണുനീരാണ് അന്ന് വെറുതെ കളഞ്ഞ്. 3.25. ഓക്കെ. അടുത്ത ദിവസം ഇസ്രായേൽ തന്നെ അവിടെ ഫുട്ടേജ് പുറത്ത് വിട്ടു വെടിവെക്കുന്നതിൻ്റെ. അത് ഹമാസായിരുന്നു വെടിവെച്ചത്. ഡ്രോൺ ഫുട്ടേജാണ് അവർ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഈ വാർത്തകൾ അവിടെ തിരുത്തപ്പെടുകയാണ്. ഇസ്രായേൽ ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്, ഹമാസായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരത് അവിടെ തിരുത്തു കൊടുക്കുന്ന അവസ്ഥ വരികയാണ്. അപ്പം ഞാൻ നിലവിളിച്ചത് എന്തായി? ഞാൻ വീണ്ടും ശശിയായില്ലേ? അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ കൊടുക്കുകയും പിൻവലിക്കുകയും, ഇനിയും UN തന്നെ കണക്കുകൾ തിരുത്തിയില്ലേ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്? കാരണം എന്താണ്? ഇവർ കുട്ടികൾ ഇത്ര പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇറക്കി. 18,000 പേരാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് അതിന് മുന്നേ ഉള്ളതാണ്. അങ്ങനെ കണക്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഈ കുട്ടികളൊന്നും മരിച്ചിട്ടില്ല. അപ്പോൾ UN മെല്ലെ കണക്ക് അതിൽ നിന്ന് തിരുത്തി. 3000 ചില്ലാനും കുട്ടികളുടെ പേരാണ് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇട്ട ലിസ്റ്റിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അന്ന് ഞാൻ കരഞ്ഞ എൻ്റെ കണ്ണുനീരിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 7.25 ലിറ്റർ കണ്ണുനീരാണ് അന്ന് ഞാൻ കരഞ്ഞത്. അപ്പോൾ ഈ തിരുത്തി അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ആ കണ്ണുനീര് പിന്നെ എന്താ ശശിയായില്ല ഞാൻ വീണ്ടും. അപ്പോൾ ഈ കണക്കുകൾ എവിടുന്നാണ് വരുന്നത്? ഇവർക്ക് എവിടുന്നാണ് കിട്ടണത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഈ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതേ ആൾക്കാരായിട്ടുണ്ടാവില്ലേ? ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീവ്രവാദികൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് എത്രത്തോളം സാധ്യത ഉണ്ടാവും ശരിയാവാനുള്ള? ഹമാസിനെതിരെ ഗാസയ്ക്കകത്ത് പ്രക്ഷോഭം നടന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അതെ, വാർത്ത ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമൊക്കെ പോട്ടെ, വാർത്ത കണ്ടിരുന്നോ? വാർത്തയായിട്ട് കണ്ടിട്ടില്ല. ആ വാർത്ത കൊടുത്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി. അയാൾക്ക് പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഇല്ല. അയാളെ ഹമാസ് തല്ലിക്കൊല്ലുണ്ടായത്. അയാളിപ്പോൾ എവിടെയാന്ന് പോലും അറിയില്ല. പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. വാർത്ത നിങ്ങൾക്ക് തിരഞ്ഞാൽ കിട്ടും. ആൻറ്റി ഹമാസ് പ്രൊട്ടസ്റ്റ് റിപ്പോർട്ടർ ഇൻറ്റിമിഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യും, അപ്പോൾ കിട്ടും. ഓക്കെ, അയാൾക്ക് എന്ത് പറ്റി? അപ്പോൾ പ്രൊട്ടസ്റ്റ് നടന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ആ വാർത്ത കണ്ട് ഞാൻ ആഹ്ലാദിക്കുകയാണ് ചെയ്തത്. 3/4 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് ചിരിച്ചു, സന്തോഷിച്ചു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും 4.25 ലിറ്റർ കണ്ണുനീര് പൊഴിക്കേണ്ടി വന്നു. കാരണം അയാളെ തല്ലിക്കൊന്നു എന്ന ആ ഒരു വാർത്ത കേട്ടിട്ട്. അയാളെ കൊന്നതാരാണ്? ഇസ്രായേലാണോ? ആരാ കൊന്നത്? ഹമാസ കൊന്നത്. ഇതെവിടെയും വാർത്തയിൽ മലയാളം മാധ്യമങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. മുക്കാൽ മീഡിയ ഇവിടെ ഇരുന്നിട്ട് അന്തി ചർച്ച നടത്തിയോ നമ്മളുടെ അടുപ്പ് കൂട്ടി? അറിയില്ല എന്നല്ല, ഇല്ല. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ദിവസം അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടറെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നു. ഈ റിപ്പോർട്ടർ ഹമാസിൻ്റെ പേറോളിൽ ഉണ്ടായിരുന്ന ആളാണ്, അതിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് വിങ്ങിൻ്റെ കമാൻഡർ ആയിരുന്നു അയാൾ. ഒക്ടോബർ 7 ആസൂത്രണത്തിൽ പങ്കുണ്ടായിരുന്നു അയാൾ. അതിൻ്റെ പങ്ക് പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് എല്ലാം ഇസ്രായേൽ പുറത്തേക്ക് വിട്ടു. ഞാൻ നിങ്ങൾ അത്ര ഇതിലൊന്നും ആക്റ്റീവ് അല്ലാത്തോണ്ട് ചോദിക്കണം. ഈ ഡാറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാത്തോണ്ടാ? പത്രം വായിക്കാത്തോണ്ട്. നിങ്ങൾ ചൂടുന്ന് അന്വേഷിക്കുക. ഈ തിരുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാലോ. നിങ്ങൾ ന്യൂയോർക്ക് ടൈംസ് വായിച്ചോ? വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചൂടെ? BBC നിങ്ങൾക്ക് വായിച്ചൂടെ? നിങ്ങൾ മലയാളം പത്രത്തിൽ വരണമെന്ന് വായിച്ച് ഇങ്ങനെ വായം തുറന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പം വരും. ഒരു മിനിറ്റ്. ഇനി വേറൊരു ഒറിജിനൽ സോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ തന്നെ ടെലഗ്രാം ചാനലുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറാലോ, ജോയിൻ ചെയ്യാലോ. അതിനകത്ത് അവർ തന്നെ ഇടുന്നുണ്ട് പലതും. നിങ്ങൾ ഒരു പത്രത്തിലേക്കും പോകണ്ട, ഹമാസിന്റെ തന്നെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ IDFന്റെ ടെലഗ്രാം ചാനൽ വേറെ ഉണ്ട്. അപ്പോൾ IDFന്റെ ചാനലിൽ അവരെന്തെങ്കിലും ഒരു സാധനം ഇടുമ്പോൾ അതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് അവർ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് റിലീസ്, പ്രസ് റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹമാസിന്റെ ചാനലിൽ അവർ പബ്ലിഷ് ചെയ്യും. ഇത് രണ്ടും നിങ്ങൾക്ക് കാണാലോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ പത്രത്തിലേക്കൊക്കെ പോകണോ? പോട്ടെ, പത്രത്തിലേക്ക് ഇതിൽ നിന്നാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ കൊടുക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോഴോ
ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി, എയ്ഡ് കൊടുക്കുന്നില്ല അവിടെ പട്ടിണിയാണെന്ന് പറഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്താണ്, അതൊന്നുകൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഈ ചിത്രം എവിടെ ഉണ്ടാവുക വല്ല ഐഡിയ ഉണ്ടോ? സ്ക്രീനിലേക്ക് കണ്ടോളൂ, നോക്കിക്കോളൂ. ഞാൻ കോളിലാണ്, എനിക്ക് കാണുന്നില്ല. ഇപ്പൊ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. ഇത് എവിടെ കിട്ടും? എവിടെ ഞാൻ കാണുന്നില്ല. ഇത് UN-ന്റെ തന്നെ സൈറ്റിലുള്ളതാണ്. അതായത് ഈ പറയുന്ന എയ്ഡ് ഡിസ്ട്രിബ്യൂഷന്റെ ട്രാക്കർ, അതിന്റെ ഡാഷ്ബോർഡാണിത്. ഇത് ആർക്കും എടുത്തുകൂടെ. ഇത് ഹമാസിന്റെ അല്ല, ഇസ്രായേലിന്റെ അല്ല, UN-ന്റെ ആണ്. ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്? ഈ ചിത്രത്തിൽ പറയുന്നത് അവിടേക്ക് പോയ ട്രക്കുകളിൽ 80% ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് ഇന്റർസെപ്റ്റഡ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് അത് ആരോ തട്ടിയെടുത്തു. ആര് തട്ടിയെടുത്തു എന്നാണ് അവർ പറയുന്നത്? ഐദർ ബൈ പീസ്ഫുള്ളി ബൈ ഹംഗ്രി പീപ്പിൾ, വിശന്നിരിക്കുന്ന നാട്ടുകാരോ തട്ടിയെടുത്തു, അല്ലെങ്കിൽ ബൈ ആംഡ് ആക്ടേഴ്സ് എന്ന് വെച്ചാൽ ഹമാസ് ആകാം. അപ്പോൾ ഇതാരാ പറയുന്നത്? UN തന്നെയാണ് പറയുന്നത്. ഇത് ഇസ്രായേൽ പറയുമ്പോൾ നിങ്ങൾ എടുക്കില്ല. ഹമാസ് ഇത് പറയോ ഞങ്ങൾ തട്ടിയെടുത്തു എന്ന്? പറയൂ. ഇത് കേൾക്കുമ്പോ ഒരു സംശയം തോന്നുന്നു. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ ആരാണ് അവിടെ പട്ടിണി ഉണ്ടാക്കുന്നത്? ഹമാസ്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ജനോസൈഡ് അനുകൂലിയായിട്ട് മാറുന്നല്ലേ ഇവിടെ പ്രശ്നം? ഇതേ നിങ്ങളോട് പിങ്ക് യൂണിക്കോൺ എന്തോ പറയുന്നു, ഒന്ന് കേട്ടോളൂ. ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ ഇല്ല, ഞാൻ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, അതേ ചോദ്യം അതന്നെ, അതിന്റെ ആൻസർ തന്നെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ BBC-യും നമ്മുടെ മലയാളം മീഡിയവും ഒക്കെ വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് വായിച്ചിട്ട് അതിന്റെ ഓൾട്ടർനേറ്റ് സോഴ്സസ് ആരിഫ് പറഞ്ഞില്ലേ, അതും കൂടി ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൊള്ളത്തരം മനസ്സിലാവുക. കാരണം ഈ മീഡിയാസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള അജണ്ടകളുണ്ട്. അപ്പം നിങ്ങൾ ഖുറാന്റെ തഫ്സീർ വായിക്കുമ്പം അത് അങ്ങനെ തന്നെ എടുക്കരുത് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇതൊരു പസില് പോലെ വെച്ചാലേ ഉള്ളൂ. അത് കുറച്ച് ദൗർഭാഗ്യകരമാണ് ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഇത് മറ്റേ സൈഡും കൂടി എടുത്തിട്ട് രണ്ടും നോക്കിയിട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കിട്ടിയോ? അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഈ വന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംശയം വന്നുകൊണ്ട് ചോദിക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ഫലസ്തീനിലെ മുസ്ലിംസും അതുപോലെ ഇസ്രായേലിലെ ജൂതരും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഈ ഒരു മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചാണ്ട് ഈ ഹമാസ് എന്നുള്ള ഒരു പക്ഷെ ഇസ്രായേലിന്റെ തന്നെ ഒരു സൃഷ്ടിയായിട്ടുണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഈ നമ്മള് ഹമാസിനെ പറ്റിയാണ് കൂടുതലും പറയുന്ന ഒരു കാര്യമാണ്. ഹമാസാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോമൺ പീപ്പിളിന്റെ ഇടയിൽ തന്നെയാണ് ഓലെ അതേ ഷെഡിലും മറ്റാണ് ടെന്റിലും മറ്റാണ് ഇവരും ജീവിക്കുന്നത്, ഈ സോൾജേഴ്സ് ഒക്കെ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പൊ കോമൺ പീപ്പിൾ ആ കൂട്ടത്തിൽ മരിച്ചു പോവാണെന്ന് നമ്മള് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ മനസ്സിലായോ? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായി? അപ്പോ ഈ ഒരു ഹമാസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ ഈ ഒരു മുസ്ലിംസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിട്ട് ഇസ്രായേലുകാരനെ ഉണ്ടാക്കിയ ഒരു അവർ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആവാനുള്ള ഒരു സാധ്യത തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പേരിലെങ്കിലും ഇവിടെയുള്ള ആളുകൾ ഹമാസിനെ ഒന്ന് തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാനും പണ്ടേ ചോദിക്കുന്നത്. ആ ഒരു കോൺസ്പിറസി തിയറിയിലെങ്കിലും ഒന്ന് വിശ്വസിക്കൂ പ്ലീസ്. എന്നിട്ട് പറയൂ ഹമാസിനെ ഞങ്ങൾ തള്ളി പറയുന്നു, ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കൂ, October 7 സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊന്ന് പറയൂ. ഇതെന്താ പറയാത്തത്? അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോടല്ല ചോദിക്കുന്നത്. ഇത് ഞാൻ എന്നോ ചോദിക്കുന്ന കാര്യമാണിത്. അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ഇവിടെ ഉണ്ട്, അതിലെങ്കിലും ഒന്ന് വിശ്വസിക്കൂ. ഞാനതാ പറയുന്നത്. അങ്ങനെയെങ്കിലും ആ ബന്ദികളെ ഒന്ന് വിട്ടുകൊടുക്കൂ, ആ പേരിലെങ്കിലും. എന്താ സാധിക്കാത്തത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോൺസ്പിറസി തിയറി മുസ്ലിങ്ങളുടെ ഇടയിൽ പോയിട്ടില്ല. അവർ വിശ്വസിക്കുന്നത് ഹമാസ് അവരുടെ സ്വന്തം സാധനമാണെന്നാണ്. അപ്പോൾ പിന്നെ ഇനി ഇസ്രായേലാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ പോയാൽ എത്ര മുസ്ലിങ്ങളത് സമ്മതിക്കും? October 7 ദാറ്റ് വാസ് എ റെസ്പോൺസ് ടു ദ ഓപ്പറേഷൻ എന്നല്ലേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ അത് നടക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ശരിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതല്ല ഇവിടുത്തെ യാഥാർത്ഥ്യം. നമ്മൾ യാഥാർത്ഥ്യത്തിനെ വെച്ചിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂ. അല്ലാതെ കൺസ്പിറസി തിയറി കൊണ്ടുവന്ന് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കിയാൽ അതിവിടെ ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ കൺസ്പിറസി തിയറിയെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ നന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാം. അതുപോലെ അവർ വിശ്വസിക്കുന്നില്ലല്ലോ. ആ പേരിലെങ്കിലും ഒന്ന് ഇത് തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഹഠാത് ആഗ്രഹിച്ചു പോവാണ്. ഉള്ള കാര്യമാണ്.
അപ്പം ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള സംഗതികൾ നമ്മൾ ആ റിയാലിറ്റിയിൽ നിന്നിട്ട് വേണം കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ. ഇതാണ് ഞാനും പറയുന്നത്. അല്ലാതെ ഇനി ജൂതവിരുദ്ധത മുസ്ലിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല ഇല്ല, ഉണ്ട്. ഉള്ളതായിട്ടാണ് തോന്നിയത്. ജൂതവിരുദ്ധത ഉണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരു ശാപ പ്രാർത്ഥന. അതെന്താ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, കേട്ടിട്ടില്ലേ? അതിന്റെ ബാക്കി എന്താ? ഈ പ്രാർത്ഥന ഖുതുബ നടക്കുന്നതിൻ്റെ ഇടയിൽ ഉസ്താദ് ചൊല്ലി തുടങ്ങുമ്പോൾ, ഖത്തീബ് ചൊല്ലി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇതാവില്ല. ഖുതുബ തീരാറായി, ബിരിയാണി തിന്നാൻ നേരമായി, ഇതല്ലേ വരാറ്? അത്രയല്ലേ വരാറുള്ളൂ? അത്രയൊക്കെ തന്നെ നമുക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടല്ലേ ഇതിന്റെ അർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത് പിന്നീട് വരണേ. ഇതിൽ ബാക്കി എന്താ പറയണത്? നിങ്ങൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിം വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നൊക്കെ പറഞ്ഞ് ബാക്കി. അപ്പം എന്താണത്? മുസ്ലിങ്ങളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കണമേ, കാഫിറുകളെ നിങ്ങൾ ഇകഴ്ത്തണമേ. അടുത്തത് പറയുന്നത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും സനാദീഖ് എന്ന് വെച്ചാൽ മതമില്ലാത്ത ആളുകൾ എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങളെയൊക്കെ നശിപ്പിക്കണമേ. ഇതൊക്കെയാണ് അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത്, പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ആമീൻ പറയുകയും ചെയ്യും. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇന്ന് നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയോ? പോയി. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത വെള്ളിയാഴ്ച പോകുമ്പോൾ. അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ഇത് എപ്പോഴാണ് പ്രാർത്ഥിക്കാറ്? കുത്തുബയുടെ രണ്ടാമത്തെ കുത്തുബയുടെ ലാസ്റ്റ്, നിസ്കാരത്തിന് തൊട്ട് മുന്നേ. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളിയിലും ഓതുന്ന സാധനമാണ് ഈ പറയുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച പോകുമ്പോൾ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം അന്വേഷിക്കുക. ഓക്കെ? അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഇതെന്താന്ന് പറയുക പ്രശ്നം. ഇത് ഒരു ദിലീപിന്റെ ഒരു സിനിമ ഉണ്ട്, ഏത് സിനിമ എന്ന് അറിയുന്ന ഒരു കമന്റ് ചെയ്യാം. അപ്പൊ ദിലീപ് എന്താ രാമായണത്തെ വായിക്കാം. ഹനുമാൻ ഓരോ രോമങ്ങൾ പിഴുതെടുത്തെറിഞ്ഞു. അതല്ലല്ല, രാമനോ തോർത്തില്ല, രാമനോ തോർത്തില്ല, ലക്ഷ്മണനോ മുണ്ടില്ല. അതുപോലെയാണ് നമ്മളെല്ലാരും ഖുർആൻ അങ്ങനെ വായിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിലെന്താ കൈകാലുകളെ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റുക എന്നൊക്കെയാണ് വായിക്കുന്നത്. അപ്പം അത് അറബിയിലാകുമ്പോ നല്ല ഈണത്തിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോ ആഹാ അടിപൊളി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? കുറവാണ്. ഇന്ന് ഓതിയോ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ്? ഇല്ല. എന്നാ പൊന്നു മോൻ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫിലെ ഒരു പേജെങ്കിലും വായിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഓതും. അതുകൂടാതെ പള്ളിയിൽ വെള്ളിയാഴ്ച എത്താൻ പറ്റും, നമ്മൾ ജോലിയൊക്കെ ഉണ്ടാവും, എത്താൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എത്തി ഒരു അരമണിക്കൂറെങ്കിലും മുന്നേ പോയിരുന്ന് ഇത് ഓതുമായിരുന്നു, സൂറത്തുൽ കഹ്ഫ്. ഞാൻ നോക്കുമ്പോൾ സുന്നി പള്ളിയിലൊന്നും ആരും കഹ്ഫല്ലോ ഓതും, അവിടെ ഇരുന്നിട്ട് യാസീനും അതും ഇതൊക്കെ ഓതും. അപ്പം ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയും, കാരണം ഞാൻ മുജാഹിദാണല്ലോ, അവരോട് ഞാൻ ഉപദേശിക്കും, അതെ വെള്ളിയാഴ്ച ഓതേണ്ടത് ഇതല്ല കേട്ടോ, കഫാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരെൻ്റെ ഒരു നോട്ടാണ്, ഇവനെ അത് കൂടിയ സാധനമാണല്ലോ. ഇതൊക്കെയായിരുന്നു ഒരു കാലത്തെ വിനോദം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ എറണാകുളം കോഴിക്കോടൊക്കെ പല തവണ പോകേണ്ടി വരുമായിരുന്നു എല്ലാ ആഴ്ചയും. അപ്പോൾ വണ്ടിയിൽ സ്റ്റോക്കാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം, ഹുസൈൻ സലഫിയുടെ പ്രസംഗം, ഇതൊക്കെ. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ വഴി കാണുന്ന ഏതെങ്കിലും വെള്ളയും വെള്ളിട്ട് നിൽക്കുന്ന ജിന്ന് പോലെ നിൽക്കുന്ന ഉസ്താദുമാരെ കാണുമ്പോൾ അവർ വണ്ടി കൈ കാണിക്കും. അവർക്ക് പൊന്നാനിക്കോ വല്ല എറണാകുളത്തേക്കൊക്കെ വരുന്ന ആളുകളായിരിക്കും. അവർ വരാൻ വേണ്ടി കൈ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കൊതിക്കും, കാരണം ഇതെൻ്റെ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ അവർ കൈ കാണിക്കും, ഞാൻ വണ്ടി നിർത്തും, ഒരാളെ പിടിച്ച് കയറ്റും, എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കണ്ടിടും. ഷിർക്കിനെ കുറിച്ച്, ഇസ്തിഗാസയെ കുറിച്ചിട്ടുള്ള പ്രസംഗമൊക്കെയാണ്. ഒരു 2 മണിക്കൂർ നേരം. പാവങ്ങൾ ഇന്നിപ്പോൾ അവരെന്നെ ശപിക്കുന്നുണ്ടാവും. അന്ന് ഞങ്ങൾക്ക് പ്രസംഗം കേൾപ്പിച്ചതെന്ന് ഞങ്ങളെ കൊന്ന ആ പഹയനാണ് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് വലിയ എമു നേതാവായിട്ടിരിക്കണേന്നൊക്കെ ആയിരിക്കും അവർ പറയണ്ടാവുക. ഇതാണ് അതൊക്കെ കേട്ട് മതം മാറിയ ആൾക്കാരൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. അതാണ് എൻ്റെ വീട്ടുകാരങ്ങനെയല്ലേ, അവർക്ക് എന്നോടുള്ള ഏറ്റവും വലിയ ദേഷ്യം അതാണ്. ഇവർക്ക് മുഴുവൻ ഈ മറ്റേ സാധാരണ സുന്നി വിശ്വാസമായിട്ട് പോയിരുന്ന ആളുകളാണ്. അവരെ മുഴുവൻ ഈ മുജാഹിദ് സാധനം കുത്തിവെച്ച് വീട്ടിലിരുന്ന് ഈ പ്രസംഗം കേൾക്കും. അവരായിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ വണ്ടിയിൽ ഈ പ്രസംഗം ഇടും. വെറുപ്പിച്ച് കൊല്ലുമായിരുന്നു ഈ പ്രസംഗം കേൾപ്പിച്ചിട്ട്. കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ ഇത് പറയും. ഇങ്ങനെയായിരുന്നു നമ്മളെ രീതി.
വീട്ടുകാർ മുഴുവൻ കുത്തി റാത്തീബും മറ്റേ റാത്തീബും ഒക്കെ ആയിട്ട് വീട്ടിൽ അകത്തിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കസേരയിൽ പുറത്തിരിക്കും. ഇതായിരുന്നു പരിപാടി. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തൊരു മുത്തക്കി, പിതൃത്വമൊന്നും ഇല്ലാത്ത നല്ലൊരു വിശ്വാസി. അപ്പോൾ അവരുടെ കണ്ണിൽ നമ്മൾ കൂടിയ വിശ്വാസിയായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര ഒരു പ്രൈഡ് തരുന്ന സാധനമായിരുന്നു അന്ന്. ഒരു അഹങ്കാരമായിരുന്നു. നമ്മളൊക്കെ നേരെ സ്വർഗത്തിലേക്ക് മറ്റേ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുടെ ആ ഒരു ഫീലായിരുന്നു. നാളെ ചത്ത ആരിഫ് മതം വിട്ടെന്ന് പറഞ്ഞപ്പോ ആരിഫിന്റെ ഉമ്മ ചോദിച്ചോ പ്രഭാകരാ? ഉമ്മയല്ല ചോദിച്ചത്, എൻ്റെ വലിയ അമ്മായി ഉണ്ട്. വലിയ അമ്മ ചോദിച്ചു, എന്തായിരുന്നു ഇവൻ ഇവിടെ വരുമ്പോ ഞങ്ങളൊക്കെ ഉപദേശിച്ചിരുന്ന വലിയൊരു മനുഷ്യനായിരുന്നു, ഇപ്പൊ പോണ പോക്കണ്ടില്ലേ, എന്താണ്ടാ അജ്ജ് ഇങ്ങനെ ആയത് എന്ന് ചോദിക്കുന്നവിടെ വലിയ അമ്മായി. എനിക്ക് ഒന്നുമില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ പോലെങ്കിലും ആയിക്കൂടെ എന്ന് ചോദിക്കും. വാപ്പ പിന്നെ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി റാത്തീബ് ആണെങ്കിൽ റാത്തീബ്, ഇനി അപ്പുറത്ത് വേറെ വല്ല ആണെങ്കിൽ അത് മുജാഹിദ് ആണെങ്കിൽ മുജാഹിദ്, അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഉമ്മ അങ്ങനെയല്ല കേട്ടോ. ഉമ്മ കുറച്ച് കടുംപിടുത്താണ്, അതാണ് പ്രശ്നം. അപ്പോൾ വല്യമ്മായി അതുപോലുള്ള കുറച്ച് ആളുകളുണ്ട്. എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവരുടെ മകനെ കാണുമ്പോൾ അവർ പറഞ്ഞു തന്നെ അതേ കണ്ടുപഠിക്കും, ഹുസൈൻ ഖാനെ കണ്ടുപഠിക്കുന്ന പറയും. കാരണം ഞാൻ ഏത് പാതിരാത്രിക്ക് വന്നാലും വണ്ടി ഓടിച്ച് വന്നാൽ ആദ്യം ചെയ്യുക നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കും. ഇനി ഏത് പാതിരാത്രിക്ക് വന്ന് കിടന്നാലും 6 മണിക്ക് മുന്നേ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പറയും എന്ത് വലിയ വിശ്വാസിയാണ്. ഇപ്പോൾ അവരൊന്നും പറയാനില്ല, ഇതാണ് അവസ്ഥ. പക്ഷേ അവിടെ പോവും, വല്ലപ്പോഴും ചായയൊക്കെ തരും. അവർക്ക് നമ്മളോട് വലിയ സ്നേഹമാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്, നമ്മൾ എന്താണെന്ന് അറിയണമുണ്ട്. കാരണം നമ്മൾ വെറുതെ പറയണല്ല എന്ന് അറിയുന്ന കുറച്ച് നമ്മളുടെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അവർക്കറിയാം. അതുകൊണ്ട് അവർ പറയും ഇവൻ എന്തെങ്കിലും കാണാണ്ട് ഇങ്ങനെ പറയില്ല എന്നൊരു ലൈനിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതൊന്നും അറിയാത്ത വിശ്വാസികളാണ് ഇതേപോലെ പലതും പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളിത് ഫോളോ ചെയ്തിരുന്നു. അത് വെറുതെ ഫോളോ ചെയ്യല്ല, ഇതൊരു പെർഫെക്ഷനിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതിൻ്റെ പൊള്ളത്തരം നമുക്ക് പുറത്തേക്ക് കിട്ടുക. ഇതാണ് അതിൻ്റെ കുഴപ്പം. നമ്മളിങ്ങനെ എല്ലാവരും പോണ പോലെ റാത്തീബും മൗലൂദൊക്കെ ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ബിരിഞ്ചിയൊക്കെ കഴിച്ച് പോവുക, അങ്ങനെയൊക്കെ ഒരു ലൈനിൽ പോവുക എന്നാണെങ്കിൽ ഓക്കെ, അത് പോകുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോടല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇത് ഈ ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ വിഷയമായിട്ട് വരുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണ്. അത് നമ്മൾ പറയേണ്ടി വരികയാണ്. അതാണ് ഇതിൻ്റെ കുഴപ്പം. എന്തായാലും താങ്കൾ വളരെ മികച്ച ഒരു രീതിയിലാണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുക. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വാക്കുകളില്ല. അങ്ങനെയുള്ള ഇതിലെ ഇപ്പൊ എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ? എങ്ങനെ? ഈ ഒരു ഇതൊക്കെ ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിഗിനറാണ്. അപ്പോ ഇപ്പൊ നമുക്ക് മുന്നിൽ ഇങ്ങനെ ശൂന്യതയാണ്, എവിടെ തുടങ്ങണം എന്താക്കണം എന്നൊന്നും വലിയൊരു ചിന്ത വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങളെ പോലെ ഓരോരോ വീഡിയോസ് കാണുമ്പോ അങ്ങനെ ഉണ്ടോന്നൊരു മൈൻഡ് ഇങ്ങനെ വരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ നോക്കുന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടോ ഇതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും അറിയൂല. ഞാൻ പറയുന്നത് അറിയൂ, നിങ്ങൾ എക്സ് മുസ്ലിം ആവണമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ എക്സ് മുസ്ലിമാണ്. ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരാളും ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും എക്സ് മുസ്ലിം ആണെന്ന് പറയില്ലായിരുന്നു, ഉള്ളത് പറയാലോ. നമ്മളിത് പറയേണ്ടി വന്നത് എപ്പോഴാണ്? നമുക്ക് ഇത് പറയേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭയങ്കര ഒരു ആൻറ്റഗോണിസം, നമ്മൾ പറയുന്ന ആളുകളെ വേട്ടയാടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളെ വീടുകളിൽ ബന്ധങ്ങളെ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഇത് വലിയ പ്രശ്നമായത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാം എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്രൈം ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പൊള്ളത്തരം അടിമുടി നിങ്ങളെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അത് കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക. കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല ഒരു ദൈവിക മതത്തിലെ ആശയങ്ങൾക്ക്. ഒരു സ്ഥലത്ത് പറയും ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗ്ഗം എന്ന്, വേറൊരു സ്ഥലത്ത് പറയും ഈ ഉമ്മ ബാപ്പ വീരിപ്പിലേക്ക് വിളിച്ചപ്പോൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നേരം വെളുക്കണവരെ ഈ ഉമ്മാനെ മലക്കുകൾ പ്രാകും. ഇതാണ് ഒരു വശത്ത് പറയുന്നത്. അപ്പോൾ കാലടിയിൽ സ്വർഗ്ഗം ഉണ്ടായിട്ട് എന്താ കാര്യം? മലക്കുകളെ പ്രാഗാണ്. എന്താ കാരണം? ബാപ്പ വിളിച്ചപ്പോൾ പോയില്ല. എന്താ ഉമ്മ പോകാഞ്ഞത്? ഉമ്മക്ക് തലവേദനയായിരുന്നു. അപ്പോൾ ഒരു തലവേദന കാരണം കൊണ്ട് വാപ്പ വിളിച്ചപ്പോൾ പോകാതിരുന്നതിൻ്റെ പേരിൽ ഉമ്മാനെ പ്രാകാൻ വേണ്ടി പടച്ചോ മലക്കുകൾ വിടാന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കോൺട്രഡിക്ഷൻ. ഒരു ചെറിയൊരു ഉദാഹരണം പറയാണ്. അതേപോലെ എന്തെല്ലാം കോൺട്രഡിക്ഷൻ. മതത്തിൽ നിർബന്ധമില്ല എന്ന് പറയും. മതത്തിൽ നിർബന്ധമില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മതം വിട്ടവനെ കൊല്ലാൻ പഠിപ്പിക്കുന്നത്? മതം വിട്ടവനെ അങ്ങോട്ട് വിട്ടാൽ പോരെ? ആ വിഷയത്തിൽ ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പോ അതിലിങ്ങനെ കണ്ടത് എന്താന്ന് വെച്ചാല് മതം വിട്ടാലല്ല കൊല്ലണ്ടേ, കംപ്ലീറ്റ് ആക്കട്ടെ. അഥവാ ഒരാള് മതം വിട്ട് ഓക്കെ അയാൾക്കിന് വേറൊന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ. പക്ഷെ ഈ ഒരു മതം വിട്ട ആൾ എന്ത് ചെയ്യാണ്, അത്
മറ്റുള്ള കൂടി ഇങ്ങനെ പ്രചരിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ സമൂഹത്തിൽ ഇറങ്ങിയാണ്ട് എന്താണ് ഇസ്ലാമിനെതിരെ ദോഷം പറയാന്നുണ്ടെങ്കിൽ അയാളെ കൊല്ലണം എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ വായിച്ചപ്പോ കണ്ടത്. അത് PDF വായിച്ചാണ്ട് അപ്പോസ്റ്റസി പറഞ്ഞാണ്ടൊരു അത് കാണും കറക്റ്റ് ഓർമ്മല്ല. കാണും എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്തുകൊണ്ടാ, ഇപ്പം അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാമിൽ കൃത്യമായിട്ട് നിയമമുണ്ട്. 3 ആളുകളെ നിങ്ങൾക്ക് കൊല്ലാം. മതം ഉപേക്ഷിച്ചവനെ കൊല്ലാം, വ്യഭിചാരിയെ കൊല്ലാം, വേറെ ആളെ കൊന്നതിൻ്റെ പേരിൽ കൊല്ലാം. കൃത്യമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മതം ഉപേക്ഷിച്ചാൽ കൊല്ലാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ മതം ഉപേക്ഷിച്ച് വേറെ അത് പ്രചരിപ്പിച്ചാൽ കൊല്ലാമെന്നല്ല. പ്രചരിപ്പിച്ചാൽ ഇപ്പോൾ ഹിന്ദു കാഫിറാണെന്നുണ്ടെങ്കിൽ കാഫിറിനെ കൊല്ലാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഖുറാനിൽ തന്നെ ഉള്ളതല്ലേ. അപ്പോൾ ഇതിപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനം അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾക്കിവിടെ പലതവണ പ്ലേ ചെയ്തിട്ടുള്ളതാണല്ലോ. 12ാം ക്ലാസ് മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനം അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. എന്നാ കേട്ടോ, എന്നാ പിടിച്ചോ. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം മതം ഉപേക്ഷിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിടികിട്ടിയോ? ഇതിലെവിടെയെങ്കിലും പറഞ്ഞോ അത് പ്രചരിപ്പിച്ചാലാണ് കൊല്ലേണ്ടതെന്ന്? അത് ഞാനിപ്പോ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ കേട്ടോണ്ട് എനിക്ക് തോന്നിയത് പറയട്ടെ. അത് ഈ നമ്മള് ഈ മദ്രസ പഠിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പള്ളി ദർസ് പഠിക്കുന്ന കൂടുതൽ ആൾക്കാരെയും കണ്ടെത്തുന്നത് എന്താ വെച്ചാല് ഇതിന്റെ അങ്ങേയറ്റം നിന്നിട്ട് ചിന്തിക്കുന്നുള്ളൂ. അതൊക്കെ വേറെ വിഷയം. ഇത് മദ്രസ ഫിഖ്ഹിലെ ടെക്സ്റ്റ് ബുക്കാണ് ഈ പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇത് ഉസ്താദിന്റെ തലയിലേക്ക് ഇട്ടിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെ പറ്റാ? അല്ലല്ല പറയുന്നത് എന്താ വെച്ചാല് അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഈ ഒരു തീവ്രമായിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാവുക. അതെ, ഇത് ഉസ്താദിന്റെ ചിന്തയല്ല. ഇത് ക്ലാസ് 12 ഫിഖ്ഹ് യൂണിറ്റ് 10 പാർട്ട് 3 ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ്. ഏത് ടെക്സ്റ്റ് ബുക്ക്? നമ്മളുടെ സമസ്ത കേരള അവരുടെ AP വിഭാഗത്തിന് മദ്രസയിലുള്ള പുസ്തകത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അത് ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ സ്വന്തമായിട്ട് എഴുതി കൂട്ടണാണോ? അല്ലല്ലോ. ഏതെങ്കിലും ഉസ്താദ് എഴുതിയാണോ? സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെയാണ് ഈ സാധനം, ഇവിടുത്തെ സുന്നി വിഭാഗത്തിൻ്റെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണെന്നാണ്. പിന്നെ നിങ്ങൾ വേറെ രാജ്യത്തു നിന്നുള്ളൊക്കെ ന്യൂസ് നോക്കാം. ബംഗ്ലാദേശിലൊക്കെ ആളുകളെ ഈ നിയമത്തിന് ഇതിന് വേണ്ടിയിട്ട് കൊന്നിട്ടൊക്കെ. ഈ ലോകത്ത് ഈ നിയമം നടപ്പിലാക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട് നിങ്ങൾക്കറിയോ? എത്ര രാജ്യമുണ്ട്? മതം വിട്ടവനെ കൊല്ലുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7-8 രാജ്യത്തോളം കൊല്ലും. അതേതാണ് രാജ്യം? ഏത് മതത്തിന്റെ രാജ്യമാണത്? ഒന്നുപോലും ഇസ്ലാമല്ലാത്ത രാജ്യമില്ല, എല്ലാം ഇസ്ലാമിക രാജ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു സംശയം കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ ഇടാണ്. അപ്പം ഈ മതം വിട്ട ഒരാൾ എന്തിനാ കൊല്ലണേ? അള്ളാഹ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട്. ഒരാള് മതം വിട്ട് അയാൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഈ കുറച്ച് ആലോചിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ആൾക്കാർ അതിൽ നിന്ന്, ഇതൊരു പാർട്ടി പോലെ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ അതിൽ നിന്ന് ഒരാൾ വേറെ ഇതിലേക്ക് പോകുമ്പോ 51 വെട്ടൂലേ? എന്തിനാത്? അതുപോലെ തന്നെ അപ്പൊ അള്ളാഹ്ക്ക് എന്താ, ഒരാള് പോയാല് അത് അള്ളാഹ്ക്ക് പിന്നെ മില്യൺസ് ഓഫ് ആൾക്കാർ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിടും. പിന്നെ ആരിഫ് നിങ്ങൾ വിടണ്ടെന്നാ പറയുന്നത്. ഞാൻ നിങ്ങൾ വിടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിടുന്നത് ഇങ്ങനെ അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. അനൗൺസ് ചെയ്യണ്ട. അത് ശരി. നിങ്ങൾ വിടോ വിടാതിരിക്കോ. പക്ഷെ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കുള്ള റോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കിളിൽ ഇതുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം മുസ്ലിങ്ങൾ ഇന്ന് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്.
ഈ തരത്തിൽ വളരെ റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ഇടപെടുന്നത്. ഇപ്പോൾ ഈ ഓണം ഉണ്ണരുത്, അല്ലെങ്കിൽ ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധയപ്പെടും. ഓണം ഉണ്ണരുത് എന്ന് പറയുക, അല്ലെങ്കിൽ ക്രിസ്മസിന് കേക്ക് മുറിക്കരുതെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് പോകരുതെന്ന് പറയുക. ഒരു പെൺകുട്ടി ഒന്ന് ഡാൻസ് കളിച്ചാൽ അത് പ്രശ്നം, സ്റ്റേജിൽ കയറി അത് പ്രശ്നം. ഇനി നമ്മളെ നിയമങ്ങൾ എടുക്കുക, യൂണിഫോം സിവിൽ കോഡ് ആയാലും അതല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ വിഷയമായാലും, ഇതിലൊക്കെ ഒരു വളരെ പിന്തിരിപ്പനായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾക്കുണ്ട്. ഇതിന് നമ്മൾ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യണ്ടേ? അതിന് നിങ്ങൾക്കൊക്കെ വലിയ റോളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾ, ഇപ്പൊ ഈ കേക്കിന്റെ ഓണത്തിന്റെ ഒക്കെ ഇപ്പൊ നിങ്ങളെ നല്ല കാലത്ത്, അഥവാ നല്ല കാലം ഉദ്ദേശിച്ചത് നിങ്ങള്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയ ടൈമിൽ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് നിങ്ങള് എന്ത് സ്വാഭാവികമായിട്ട് ഇതോടുകൂടി യോജിച്ച് പോയിട്ടുണ്ടാവുമല്ലോ. പോയിട്ടുണ്ട്. അഥവാ ഇതൊരു ഒന്നും കൂടി യോജിക്കണില്ലല്ലേ കാര്യങ്ങള്. പോകുന്ന എന്തുകൊണ്ടാണ്? അന്ന് നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന സാധനമല്ലേ ഇത്. പക്ഷെ പോകുമ്പോൾ നമുക്ക് പിന്നീട് തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന്. അപ്പോഴല്ലേ നമ്മളത് തിരിഞ്ഞ് നടക്കുന്നത്. അല്ലാതെ ഇത് അതുകൊണ്ടല്ലേ നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറയേണ്ടി വരുന്നത്. ഒരിക്കൽ നമ്മൾ മുസ്ലിം ആയിരുന്നു, ഇപ്പം അതല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പഴയ മുസ്ലിം, മുൻ മുസ്ലിമാണ്, ഇപ്പം മുസ്ലിം അല്ല എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം സമൂഹത്തിലുള്ള പിക്ചർ എന്താ? മുസ്ലിം ആണോ? അവന് ഓണമില്ല, അവൻ അരവണ പായസം കഴിക്കില്ല, അവൻ ക്രിസ്മസിന് കേക്ക് മുറിക്കില്ല എന്ന് പറയുന്നൊരു ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം ഒക്കെ പോട്ടെ, അവൻ മുസ്ലിമാണോ, അവന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുവരെ ഇവിടെ വന്നു കഴിഞ്ഞു. അവൻ മുസ്ലിമാണോ, അവനായിട്ട് പ്രേമമൊന്നും വേണ്ട കേട്ടോ, ലവ് ജിഹാദാണ് എന്നുവരെ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരം എന്താ? പേടിക്കണ്ട, ഞാനൊരു എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞു. എക്സ് മുസ്ലിം ആണോ, സമാധാനമായി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അതാണ് നമ്മൾ എടുക്കുന്ന പണി. അപ്പോൾ നാട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലാവും, എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണ്? നിങ്ങളൊന്ന് ഒന്നുകൂടി ബ്രോഡായിട്ട് ചിന്തിക്കുക. അതായത് പണ്ട് മുണ്ട് നോക്കിയിട്ട് തലവെട്ടിയാൽ മതിയായിരുന്നു. നമ്മളുടെ ചില ഹിന്ദു തീവ്രവാദികൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുണ്ട് പൊക്കി നോക്കിയിട്ട് മുസ്ലിങ്ങളെ തലവെട്ടി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഇനി അത് നടക്കില്ല. ഇത് മുണ്ട് പൊക്കിയാൽ മാത്രം പോരാ, അവൻ എക്സ് മുസ്ലിം ആണെന്ന് കൂടി ചോദിക്കേണ്ട ഒരു ഗതികേടെന്ന് ഹിന്ദു തീവ്രവാദികൾക്കുണ്ട് ഇവിടെ. പിടികിട്ടിയോ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഗുണമാവല്ലേ ചെയ്യുന്നത്? അല്ലേ? മുസ്ലിങ്ങൾ നമ്മളോട് നന്ദി പറയണം. ഹിന്ദു തീവ്രവാദികളുടെ ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിലിപ്പോ ട്വിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാരും പറയും നമ്മളൊക്കെ എക്സ് മുസ്ലിം ആണെന്ന്. അത് പറയും. അതാണല്ലോ ഹിന്ദു തീവ്രവാദികൾ പറയുന്നത്. ഇത് കുറേ തക്കിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതാണ് പ്രശ്നം. കാരണം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തക്കിയാണെന്നുള്ള അവസ്ഥ വരെ ഉണ്ട് ഇവിടെ. അതും വന്നു കഴിഞ്ഞു. അതിന് വഴിവെക്കുന്ന ആരാണ്? കുറേ എക്സ് മുസ്ലിങ്ങൾ തന്നെ. കാരണം അവർ ഹിജാബിൻ്റെ വിഷയം വരുമ്പോൾ ഹിജാബ് ശരിയാണെന്ന് പറയുന്ന മുസ്ലിങ്ങളെ മാതിരി തന്നെ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ. അതല്ലെങ്കിൽ ചില വിഷയങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കെ പറയുന്ന ആളുകളായിട്ട് മാറുന്നത്. പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ അന്വേഷണം തുടരുക. അതേ വഴിയുള്ളൂ. ടീഷർട്ട്, ഈ ഐ ആം കാഫിർ എന്നുള്ള ടീഷർട്ട് വാങ്ങുക, ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ ഇപ്പോ ഞാനിപ്പോ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടാണ് ഈ കോള് കിട്ടിയത്. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നിങ്ങളെ തിരക്കൊണ്ടാണ് നിങ്ങളെ കിട്ടലില്ല. അപ്പോ ഇങ്ങനെയുള്ള ഡൗട്ടുകളോ മറ്റോ ചോദിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം അല്ലേ? പ്ലാറ്റ്ഫോം നിലവിലില്ല, നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ വേറെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടേ അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലൈവിൽ മാത്രമേ കോൾ എടുക്കാറുള്ളൂ. ഇത് തന്നെ പണി 1 മണി അവറായി. വേറെ ജോലിയുണ്ട് പകല് 9 to 10, സോറി 10 to 5. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കഥ. ഓക്കെ. നിലവിലില്ല. അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ലിയാഖത്തൊക്കെ കൂടി ചേർന്നിട്ടൊരു എന്താണ് മർക്കസുൽ മുൽഹിദീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ എന്തായെന്ന് അറിയില്ല. പിന്നെ എക്സ് മുസ്ലിം സംഘടനയിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. സംഘടന പൊട്ടിപ്പാളീസായി, അത് വേറെ വിഷയം. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വാസിയായ ടൈമിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. അതായത് ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെങ്കിലും കയറിയാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാന്നില്ല. നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാവരും കൂടി എന്തോ പ്രശ്നമായി. അത് പിന്നെ അതിപ്പോൾ സ്റ്റക്കാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹലോ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉണ്ട്. അവർ ആരെങ്കിലുമൊക്കെ ഉത്തരം തരും. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഹലോ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ട്. 16,000 കാണാം. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം സംസാരിച്ചാൽ. താങ്ക് യു. യെസ്. പിങ്ക് യൂണിക്കോൺ ഒന്നുമില്ലല്ലോ? താങ്ക് യു ഫോർ കോളിംഗ്.
യെസ് അതെ. ഓക്കെ ഓക്കെ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.